പ്രിയമുള്ളവരെ, നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മനസ്സിൽ നിറയുന്നത് അഭിമാനവും ചാരിതാർത്ഥ്യവുമാണ്. ശബരിമല തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനകരമാകുന്ന ഈ പദ്ധതി സഫലമാക്കാൻ കഴിയുന്നതിൽ കേരള വാട്ടർ അതോറിറ്റിക്ക് അഭിമാനിക്കാം. ശബരിമലയിലേക്ക് കാലങ്ങളായി കുടിവെള്ളം എത്തിക്കുന്നത് മണ്ഡലകാലത്തും മാസപൂജയ്ക്ക് നട തുറക്കുമ്പോഴും സവിശേഷ അവസരങ്ങളിലും ടാങ്കറുകളിലാണ് എന്ന് നമുക്കറിയാം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഏർപ്പെടുത്തുന്ന ഈ സംവിധാനം പൂർണ്ണമായി അവസാനിപ്പിച്ച് തീർത്ഥാടനം സുഗമമാക്കാൻ കഴിയുന്ന തരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നെത്തുന്ന ലക്ഷക്കണക്കായ തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കുക എന്ന നമ്മുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് പര്യാപ്തമാകുന്ന തരത്തിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നു എന്നത് അഭിമാനകരമാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, കേരളത്തിൻ്റെ ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ സംബന്ധിച്ച് തീർച്ചയായും ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഏറെ അഭിമാനിക്കാം. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും ബൃഹത്തായ ഈ പദ്ധതി 13 MLD പ്ലാന്റ്, 22.5 കിലോമീറ്ററിലേക്ക് വരുന്ന പൈപ്പ് ലൈൻ, ഈ തരത്തിൽ ഒട്ടേറെ പ്രത്യേകതകൾ ഈ പദ്ധതിക്കുണ്ട്. എന്ന് മാത്രമല്ല, നമുക്കറിയാം നിലയ്ക്കൽ ഈ കുടിവെള്ളം എത്തുന്നതിന് വേണ്ടി അവിടെയുള്ള ശബരിമലയിലേക്ക് എത്തുന്ന റിസർവ് വനം, അതിനുള്ളിലാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നിർമ്മിതികളും നമ്മൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. നിലയ്ക്കൽ ശബരിമല തീർത്ഥാടകർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനും ഈ 2 ഗ്രാമപഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള കുടിവെള്ള പ്രശ്നത്തിൽ അവരനുഭവിക്കുന്ന പ്രയാസം പരിഹരിക്കുന്നതിനും കഴിയുന്ന ഈ പദ്ധതിയിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ നിരന്തരമായി ഇടപെടുകയുണ്ടായി. ബഹുമാനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ സമർപ്പിതമായ പ്രവർത്തനമാണ് വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ളത്. പത്തനംതിട്ട സർക്കിളിലെ ഉദ്യോഗസ്ഥരും ഈ പദ്ധതിയുടെ നിർവഹണത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന വാട്ടർ അതോറിറ്റി അടൂർ പ്രോജക്ട് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരും പ്രത്യേകമായ അഭിനന്ദനം അർഹിക്കുകയാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തന ചരിത്രത്തിലും അഭിമാന പദ്ധതിയായി നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി മാറുകയാണ്. ഈ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പെരുന്നാട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും സീതത്തോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും ദീർഘകാലത്തെ ജനകീയ ആവശ്യം അതുകൂടി നിറവേറ്റപ്പെടുകയാണ്. ഏറെ ആഹ്ലാദത്തോടെ ഈ ഒരു പദ്ധതി സമർപ്പിക്കപ്പെടുന്ന ഈ ചടങ്ങ് എല്ലാ അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ചും കൂടി അനുഗ്രഹമാണ് എന്നുകൂടി സൂചിപ്പിച്ച് ഉദ്ഘാടന ചടങ്ങിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. നന്ദി. ഭൂപ്രകൃതി കൊണ്ടും സൗന്ദര്യം കൊണ്ടും സമ്പന്നമായ മലയോര മേഖലയായ പത്തനംതിട്ടയുടെ കിഴക്കായി സീതത്തോടിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കക്കാട്ടാറിൻ്റെ തീരത്തായി നിർമ്മിച്ചിട്ടുള്ള കുടിവെള്ള സ്രോതസ്സായ ഇൻടേക്ക് വെല്ലാണിത്. ശബരിമലയിൽ തൻ്റെ എല്ലാമെല്ലാമായ പരബ്രഹ്മസ്വരൂപനും ഭക്തവരദായകനുമായ അയ്യനെ കാണുവാനായി എത്തിച്ചേരുന്ന ഭക്തർക്ക് ദാഹമകറ്റുന്നതിനുള്ള പമ്പാ തീർത്ഥമായി യാത്ര ഇവിടെ നിന്നും തുടങ്ങുന്നു. 2018 മഹാപ്രളയത്തിനെ അതിജീവിച്ചുകൊണ്ടുള്ള നിർമ്മാണമായിരുന്നു ഇതിൻ്റേത്. 9 മീറ്ററാണ് ഈ ഇൻടേക്ക് വെല്ലിൻ്റെ വ്യാസം. മൂഴിയാർ ഡാമിൽ നിന്നും ജലം സമൃദ്ധമായി എന്നും കക്കാട് പവർ ഹൗസിൻ്റെ ടെയിൽ റേസ് വഴി ഇവിടെ എത്തിച്ചേരുന്നു. കണ്ണുനീർ പോലെ തെളിമയാർന്ന ജലം വളരെ പ്രത്യേകതകൾ ഉള്ളതാണ്. വനത്തിനുള്ളിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്നതിനാൽ നഗരപ്രദേശങ്ങളിൽ കണ്ടുവരുന്ന മാലിന്യങ്ങൾ ഒന്നും തന്നെ ഇതിൽ ഉണ്ടാകുന്നില്ല. സീതത്തോട് പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനും കൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ ഫയർഫോഴ്സിനും കുടിവെള്ളം ലഭ്യമാകത്തക്ക രീതിയിലാണ് ഇവിടെയുള്ള ഈ ഇൻടേക്ക് വെല്ലിൻ്റെ നിർമ്മാണം. പ്രതിദിനം 13 ദശലക്ഷം ലിറ്റർ പമ്പിംഗ് ശേഷിയാണ് ഇവിടെയുള്ളത്. 30 HP ശക്തിയുള്ള 4 പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് 500 മില്ലിമീറ്റർ വ്യാസമുള്ള പൈപ്പ് ലൈൻ വഴി സീതത്തോട് സ്ഥിതി ചെയ്യുന്ന ശുദ്ധീകരണശാലയിലേക്ക് ഇവിടെ നിന്നും ജലം പമ്പ് ചെയ്യുന്നു. പമ്പാ തീർത്ഥത്തിൻ്റെ യാത്ര ഇവിടെ നിന്നും തുടങ്ങുന്നു. പ്രതിദിനം 13 ദശലക്ഷം ശുദ്ധീകരണ ശേഷിയുള്ള ജലശുദ്ധീകരണശാലയാണ് സീതത്തോട് സ്ഥിതി ചെയ്യുന്നത്.
2017 നിർമ്മാണം തുടങ്ങി 2019 പൂർത്തിയായി. ചിക്കാഗോ ഇൻ്റർനാഷണൽ തിരുവനന്തപുരമായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. നബാർഡിൻ്റെ ധനസഹായത്തോടുകൂടി 9 കോടി രൂപ ചെലവിലാണ് ഇൻടേക്ക് വെല്ലും ശുദ്ധീകരണശാലയും യാഥാർത്ഥ്യമായത്. കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൻ്റെ ഭൂമി അന്നുണ്ടായിരുന്ന സീതത്തോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുത്ത് കേരള വാട്ടർ അതോറിറ്റിക്ക് കൈമാറുകയായിരുന്നു. ഇവിടെ എത്തുന്ന കക്കാട്ടാറിലെ ജലം വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് പമ്പാ തീർത്ഥമായി മാറുന്നു. എയറേഷൻ, കൊയാഗുലേഷൻ, ഫ്ലോക്കുലേഷൻ, സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ എന്നീ ശാസ്ത്രീയമായ ഘട്ടങ്ങളിലൂടെ കടന്ന് 5.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള സമ്പിൽ ശേഖരിക്കപ്പെടുന്നു. ഇവിടെ ശുദ്ധീകരിക്കുന്ന കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പിക്കുന്നതിനായി ഈ ശുദ്ധീകരണശാലയ്ക്കുള്ളിൽ തന്നെ ഒരു ബൃഹത്തായ ലബോറട്ടറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. എയറേറ്ററിൽ എത്തിച്ചേരുന്ന ജലത്തിൽ ആലവും ലൈമും ചേർന്ന മിശ്രിതം നിശ്ചിത അളവിൽ ചേർക്കുന്നു. ഇവയെ കൃത്യമായി ഫ്ലാഷ് മിക്സർ യൂണിറ്റ് വഴി മിക്സ് ചെയ്ത് ക്ലാരി ഫ്ലോക്കുലേറ്ററിൽ എത്തിക്കുന്നു. ക്ലാരി ഫ്ലോക്കുലേറ്ററിൽ നിന്നും പുറത്തുവരുന്ന തെളിഞ്ഞ ജലം ശുദ്ധീകരണശാലയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഫിൽറ്റർ ബെഡുകളിലേക്ക് എത്തിക്കുന്നു. ഗ്രാവിറ്റി അഥവാ ഭൂഗുരുത്വത്തെ ഉപയോഗപ്പെടുത്തിയാണ് എയറേറ്റർ മുതൽ സമ്പ് വരെ ജലത്തെ എത്തിക്കുന്നത്. അതിനാൽ ഇവിടെ ഊർജം പാഴാകുന്നില്ല. ഇതിലൂടെ ഫിൽറ്റർ ചെയ്യുന്ന ജലത്തിൽ ക്ലോറിനേറ്റർ സംവിധാനം വഴി ക്ലോറിൻ നിശ്ചിത അളവിൽ കടത്തിവിട്ട് അണുവിമുക്തമാക്കുന്നു. ഇങ്ങനെ അണുവിമുക്തമായ ശുദ്ധജലമാണ് ശബരിമല തീർത്ഥാടകരുടെയും സീതത്തോട് പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളുടെയും ദാഹമകറ്റാൻ പോകുന്നത്. ശബരിമല തീർത്ഥാടന കാലത്തും അല്ലാതെയും ഇടതടവില്ലാതെ തന്നെ ശുദ്ധജലം എത്തിക്കുന്നതിനായി ശുദ്ധീകരണശാല പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനായി കൃത്യമായുള്ള വോൾട്ടേജും കറണ്ടും ഇവിടെ ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ ഉദ്ദേശത്തോടെ 630 kVA ഒരു ട്രാൻസ്ഫോമറും അനുബന്ധ ഘടകങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. കേരള അഗ്നിശമന സേനയ്ക്കായി അഗ്നിബാധ പോലെയുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ജലം നൽകുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി ഈ ശുദ്ധീകരണശാലയുടെ വെളിയിൽ ഒരു വെൻഡിംഗ് പോയിന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ശുദ്ധജലം പമ്പാ തീർത്ഥമായി 500 mm വ്യാസമുള്ള പൈപ്പ് ലൈൻ വഴി പമ്പ് ചെയ്യുന്നു. 100 HP ശക്തിയുള്ള 4 വൻ പമ്പ് സെറ്റുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. സീതത്തോട് സ്ഥിതി ചെയ്യുന്ന ശുദ്ധീകരണശാലയിൽ നിന്നും പമ്പ് ചെയ്യുന്ന ജലം ആങ്ങമൂഴിയിൽ കേരള ജല അതോറിറ്റി പണികഴിപ്പിച്ച പൈപ്പ് ബ്രിഡ്ജിലൂടെ കടന്ന് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 1ാമത്തെ ബൂസ്റ്റർ പമ്പ് ഹൗസിലെത്തിക്കുന്നു. നിലയ്ക്കൽ ബേസ് ക്യാമ്പ് സമുദ്രനിരപ്പിൽ നിന്നും 392 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഘട്ടം ഘട്ടമായി ബൂസ്റ്റ് ചെയ്താൽ മാത്രമേ നിലയ്ക്കലിൽ ജലം എത്തിച്ചേരുകയുള്ളൂ. അതിനായി നിർമ്മിച്ച 1ാമത്തെ ബൂസ്റ്റർ പമ്പ് ഹൗസാണിത്. 6 ലക്ഷം സംഭരണശേഷിയുള്ള സമ്പിൽ വീഴുന്ന ജലം 100 HP ശക്തിയുള്ള 4 പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് എസ് വളവിൽ സ്ഥിതി ചെയ്യുന്ന 2ാമത്തെ ബൂസ്റ്റർ പമ്പ് ഹൗസിലെത്തിക്കുന്നു. അനേകം നടപടിക്രമങ്ങളിലൂടെ കടന്നാണ് വനം വകുപ്പിൽ നിന്ന് ഇതിനായി ഭൂമി വിട്ടുകിട്ടിയത്. സീതത്തോട് നിന്നും എന്തെങ്കിലും സാങ്കേതിക കാരണത്താൽ വൈദ്യുതി തടസ്സമുണ്ടായാൽ ഇലവുങ്കലിൽ നിന്നുമുള്ള ഗ്രിഡിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് തടസ്സങ്ങളില്ലാതെ പമ്പിംഗ് നടത്തി ഭക്തർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിലയ്ക്കൽ ബേസ് ക്യാമ്പിലേക്ക് ശുദ്ധജലം എത്തിക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി പണികഴിപ്പിച്ച 2ാമത്തെ ബൂസ്റ്റർ പമ്പ് ഹൗസാണിത്. വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഉൾവനമാണിവിടം. വനം വകുപ്പിൽ നിന്നും വിട്ടുകിട്ടിയ ഭൂമിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ വിവിധ തരം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് കേരള ജല അതോറിറ്റി ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇവിടെയും 6 ലക്ഷം ലിറ്ററാണ് സംഭരണശേഷി. ഇവിടെയും തടസ്സങ്ങളില്ലാതെ പമ്പിംഗ് നടത്തുന്നതിനായി വൈദ്യുത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും പമ്പ് ചെയ്യുന്ന ജലം പ്ലാപ്പള്ളിയിൽ കേരള ജല അതോറിറ്റി നിർമ്മിച്ച 3ാമത്തെ ബൂസ്റ്റർ പമ്പ് ഹൗസിലെത്തിക്കുന്നു. 100 HP ശക്തിയുള്ള 4 പമ്പ് സെറ്റുകളാണ് ഇതിനായി ഇവിടെയും ഉപയോഗിക്കുന്നത്. പ്ലാപ്പള്ളി ജംഗ്ഷന് സമീപമായി കേരള ജല അതോറിറ്റി നിർമ്മിച്ച 3ാമത്തെ ബൂസ്റ്റർ പമ്പ് ഹൗസാണിത്. 6 ലക്ഷം ലിറ്ററാണ് ഇതിൻ്റെ സമ്പിൻ്റെ സംഭരണശേഷി.
നിലയ്ക്കൽ കൂടാതെ ഇവിടെ നിന്നും ളാഹ, തുലാപ്പള്ളി എന്നീ പ്രദേശങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുന്നതിനായി 3.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു ഓവർഹെഡ് ടാങ്കും ഇതിൻ്റെ ഒപ്പം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ജലം 75 HP ശക്തിയുള്ള പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് നിലയ്ക്കൽ ബേസ് ക്യാമ്പിലെ 3 ടാങ്കുകളിൽ എത്തിക്കുന്നു. പ്ലാപ്പള്ളിയിലെ ഊരുനിവാസികൾക്കും വനം വകുപ്പ് ഓഫീസുകളിലും ഇതിലൂടെ കുടിവെള്ളം ഉറപ്പാക്കാൻ സാധിക്കും. ഇവിടെയും വൈദ്യുതി തടസ്സമുണ്ടായാൽ പമ്പിങ്ങിനെ ബാധിക്കാതെയുള്ള തരത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 392 മീറ്റർ ഉയരത്തിൽ സഹ്യപർവ്വതങ്ങളുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയാണ് നിലയ്ക്കൽ. ശബരിമല തീർത്ഥാടകരുടെ ബേസ് ക്യാമ്പ് കൂടിയാണ് ഇവിടം. പുരാതനമായ നിലയ്ക്കൽ മഹാദേവർ ക്ഷേത്രവും പള്ളിയറക്കാവ് ദേവീക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ധർമ്മശാസ്താവിനെ കണ്ട് പുണ്യം നേടുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്ന ഭക്തർക്കായി BSNL സമീപം കേരള ജല അതോറിറ്റി നിർമ്മിച്ചിട്ടുള്ള 20 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഓവർഹെഡ് ടാങ്കിൽ സംഭരിച്ച് പമ്പാ തീർത്ഥമായി കിയോസ്കുകൾ വഴി വിതരണം ചെയ്തു വരുന്നു. നിലയ്ക്കലിൽ മറ്റ് 2 ഓവർഹെഡ് ടാങ്കുകളുമുണ്ട്. ഒന്ന് പള്ളിയറക്കാവിലും മറ്റൊന്ന് ഗോശാലയ്ക്ക് സമീപവുമായി. ഇന്ന് കേരള വാട്ടർ അതോറിറ്റിയും സർക്കാരും നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി സമൂഹത്തിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തതോടുകൂടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പമ്പയിൽ നിന്ന് നിലയ്ക്കലിലേക്ക് ടാങ്കർ വഴിയുള്ള കുടിവെള്ള വിതരണമാണ് നാം കൂടുതൽ നടത്തിയിരുന്നത്. ഇത് പൂർണ്ണമായ തോതിൽ നിർത്തലാക്കാൻ സാധിക്കുകയും 4 കോടി മുതൽ 5 കോടി വരെ ടാങ്കറിന് വേണ്ടി ചിലവാക്കുന്നത് ഒരു പരിധിവരെ കുറയ്ക്കുവാനും സാധിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. അട്ടത്തോടിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഉന്നതികളിലും നെല്ലിമല ഭാഗത്തും BSNL ടാങ്കിൽ നിന്ന് കുടിവെള്ളം പൈപ്പുകളിലൂടെ എത്തിക്കുവാനുള്ള ശ്രമം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ വരുന്ന മാർച്ചോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് കേരള വാട്ടർ അതോറിറ്റി കരുതുന്നത്. മഞ്ഞത്തോട് ഉന്നതി, ളാഹ ഉന്നതി, തുലാപ്പള്ളി, ഏഞ്ചൽ വാലി എന്നീ സ്ഥലങ്ങളിൽ പ്ലാപ്പള്ളിയിൽ നിന്ന് ഉള്ള സമ്പിൽ നിന്ന് അവിടെയുള്ള ഓവർഹെഡ് ടാങ്കിൽ നിന്നും കുടിവെള്ളം കൊടുക്കുന്ന ഒരു ശ്രമം നാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ എസ്റ്റിമേറ്റുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതോടൊപ്പം അതിൻ്റെ ടെൻഡർ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. ടെൻഡറുകൾ കോൺട്രാക്ടർമാർ എടുക്കുന്ന പശ്ചാത്തലത്തിലും കേരള വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് സമയബന്ധമായി തീർക്കുവാനുള്ള പൂർണ്ണ സമർപ്പിത മനോഭാവം എടുക്കുന്നതാണ്. പെരുന്നാട്, സീതത്തോട് പഞ്ചായത്ത് ഭാഗങ്ങളിൽ ഈ വരുന്ന വേനൽക്കാലങ്ങളിൽ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ടാങ്കറുകളിൽ കുടിവെള്ളം കൊടുക്കുവാനുള്ള ഒരു സഹകരണം കേരള വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അതിന് വേണ്ടിയുള്ള വെൻഡിങ് പോയിൻറ്റുകൾ ഈ BSNL ടാങ്കിലും പ്ലാപ്പള്ളി ടാങ്കിലും സജ്ജീകരിക്കാനുള്ള ശ്രമത്തിലുമാണ് കേരള വാട്ടർ അതോറിറ്റി. ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങ് അതിഗംഭീരമായി നടത്തുവാൻ സാധിച്ചതിൽ തദ്ദേശീയരായിട്ടുള്ള എല്ലാ ജനങ്ങളോടും കേരള വാട്ടർ അതോറിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. നബാർഡ് ധനസഹായമായ 120 കോടി രൂപ ചെലവിൽ 2019 തുടങ്ങി 2025 പൂർത്തീകരണത്തിലെത്തി നിൽക്കുന്നു സീതത്തോട് നിലയ്ക്കൽ കുടിവെള്ള പദ്ധതി.